നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. കട്ടക്കലിപ്പിൽ നിൽക്കുന്ന മഹിയേട്ടനെ സപ്പോർട്ട് ചെയ്യാതെ ഞാൻ പിന്നെ അവളെ സപ്പോർട്ട് ചെയ്യണമായിരുന്നോ? അത് നേരാ. എന്തോ നേര് അത് എന്നല്ല ഞാൻ പറഞ്ഞതിനർത്ഥം. ശ്രേയയെ കുറ്റപ്പെടുത്തി സംസാരിച്ചതിലും മഹിയെ സപ്പോർട്ട് ചെയ്തതും ശരി തന്നെ. പക്ഷെ ശ്രേയയ്ക്ക് നേരെ ഉപയോഗിച്ച വാക്കുകൾ ഒന്നും മയപ്പെടുത്താമായിരുന്നു. അതും നേരാ. എടാ, ഈ വീട്ടിനുള്ളിൽ ശ്രേയെ നമ്മളിങ്ങനെ അഴിച്ചുവിട്ടാൽ നാളെ ഈ വീട്ടിൽ നമ്മുടെ സ്ഥിതി എന്താവും? അതെന്താ ഒന്ന് ആലോചിച്ച് നോക്കാത്തെ? അതേ അളിയാ. രേഷ്മ, ഒന്നോ രണ്ടോ അനിഷ്ട സംഭവങ്ങളുടെ പേരിൽ ഈ വീട്ടിൽ നിന്നും ഒഴിഞ്ഞു പോകുന്ന ബാധയല്ല ശ്രേയ. അത് കറക്റ്റ് ആളിയാ. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും അവൾ ഈ വീട്ടിൽ നിന്ന് പുറത്തായോ? എനിക്കപ്പൊ അങ്ങനെയൊക്കെ പറയാനാ തോന്നിയത്. ഞാൻ അതങ്ങ് പറഞ്ഞു. കിട്ടിയ അവസരം മുതലെടുത്ത് രേഷ്മ ശ്രേയോടുള്ള ദേഷ്യം തീർത്തു. അത്രേ ഉള്ളൂ അളിയാ. ശ്രേയയോട് എനിക്ക് ദേഷ്യം ഇല്ലെന്നാണോ? പച്ചയ്ക്ക് കടിച്ചു തിന്നാനുള്ള ദേഷ്യം എനിക്ക് അവളോടുണ്ട്. അത് എനിക്കുണ്ട്. എന്ന് കരുതി നമ്മൾ അവളോട് പ്രകടമായി പ്രതികരിച്ച പിന്നെ അവള് കളി മാറ്റിപ്പിടിക്കും. അതെ, പിന്നെ ഒരു എത്തും പിടിയും കിട്ടാതെ നമ്മൾ തെക്കോട്ടും വടക്കോട്ടും ഓടേണ്ടി വരും. മഹിയുടെ ഈ ദേഷ്യം മാറ്റിയെടുക്കാനുള്ള അടവുകൾ ഇനി ഓരോന്നായി അവൾ പുറത്തെടുക്കും. അതിനുള്ള ആലോചനയൊക്കെ അവൾ ഇപ്പോഴേ തുടങ്ങിയിട്ടുണ്ടാവും. ചിലപ്പോഴേ ആ പദ്ധതികളൊക്കെ നടപ്പിലാക്കാനുള്ള തിരക്കിലായിരിക്കും. ശ്രേയയും ആ തള്ളയും കൂടി എന്തെങ്കിലും മന്ത്രവാദവും കൂടോത്രവും ഒക്കെ നടത്തി മാളുവിന്റെയും മഹിയുടെയും മനസ്സു മാറ്റിയാൽ മഹിയുടെയും ശ്രേയയുടെയും വിവാഹം നടക്കും. അങ്ങനെ നടന്ന നമുക്ക് കിട്ടാനുള്ള സ്വത്ത് കിട്ടണമെങ്കിൽ ശ്രേയയുടെ ഒപ്പുകൂടി വേണം. ആ കാര്യം മറക്കരുത്. അതുകൊണ്ട് ഇനിയെങ്കിലും ശ്രേയയോടൊരു മയത്തിൽ പെരുമാറിയാ നമുക്കെല്ലാവർക്കും കൊള്ളാം. രാഹുൽ പറഞ്ഞതാ നേര്. നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് കൊള്ളാം. എന്താ മഹിയേട്ടാ? ഇന്ന് തക്ക സമയത്ത് മാളുവിനെ നീ രക്ഷിച്ചില്ലായിരുന്നെങ്കിൽ എന്റെ മോളുടെ ജീവന് തന്നെ ആപത്തുണ്ടായേനെ. അയ്യോ, അങ്ങനെയൊന്നും പറയരുത്. മാളുവിന്റെ ജീവൻ ശ്രീ മഹേശ്വരൻ രക്ഷിച്ചോളും. എന്തായാലും എനിക്ക് നിന്നോട് ഒരുപാട് നന്ദിയുണ്ട്. എന്തിനാ മഹിയേട്ടാ ഇതിനൊക്കെ എന്നോട് നന്ദി പറയുന്നത്? പറയണം. പലതവണയായി നീ എന്റെ മോളെ ആപത്തിൽ നിന്ന് രക്ഷിക്കുന്നു. അത് കണ്ടില്ലാന്ന് നടിച്ച് എങ്ങയോട് നന്ദി പറയാതിരിക്കാൻ എനിക്ക് കഴിയില്ല. അമ്മ പറഞ്ഞതുപോലെ ഇനി മുതല് നീ ഈ വീട്ടിലെ മറ്റു ജോലികളൊന്നും ചെയ്യണ്ട. മാളുവിന്റെ കാര്യങ്ങൾ മാത്രം നോക്കി ഈ വീട്ടിൽ തന്നെ നീ നിന്നു. പറഞ്ഞു മനസ്സിലായോ? ശ്രീ മഹേശ്വര, മഹേട്ടന് എപ്പോഴെങ്കിലും പറയാൻ തോന്നിയല്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.